വേണ്ട നീക്ക് വേണ്ട നിച്ചുട്ടാ വേണ്ട ഇങ്ങോട്ടൊന്ന് നല്ല മാറ് അടി കിട്ടുട്ടോ നിച്ചോ എവിടെയാണ് എന്താ ഈ പോര് കാണിക്കേ. ഓണത്തിൻ്റെ പരിപാടികളൊക്കെ എവിടം വരെ ഇവിടെ തട്ട അവസ്ഥ. ഞാൻ പൂ ഇടാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നിച്ചോട്ടിന് അത് സമ്മതിക്കേയില്ല. അവനിങ്ങനെ പൂക്കൾ കാണുമ്പോഴത്തേക്ക് അത് പിടിച്ച് വലിച്ചെറിയണം, അതേപോലെ തന്നെ പിച്ച് നാശാക്കണം, കോലെടുത്ത് തോണ്ടി നശിപ്പിക്കണം. അങ്ങനത്തെ ഓരോ പരിപാടികളായതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ എന്ത് ചെയ്തു, പൂക്കളിടുന്നതിൻ്റെ വലുപ്പം കുറച്ചിടുക. കാരണം നമ്മൾ കുറേ നേരം നല്ല അടിപൊളിയായി ഇട്ട് കഴിഞ്ഞിട്ടും കാര്യമില്ല, അവൻ എന്തായാലും നാശമായി കളയും. അതല്ലെങ്കിൽ ടോബോ, ഇവ രണ്ടുപേർക്കും ഈ പൂവിട്ട് കാണുന്നതേ എന്താ പറയുക, നിച്ചുവിന് പണ്ടേ അങ്ങനെ തന്നെയാണ്. അവൻ പോണ വഴിക്ക് എവിടെയെങ്കിലും ഒരു ഇലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂവ് കണ്ടു കഴിഞ്ഞാൽ അവനത് പറിച്ചെന്തായാലും താഴിടും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത്തവണ കുഞ്ഞ് എത്താണ് കേട്ടോ. എന്നിട്ട് ഞാനെന്ത് നമ്മളെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. അപ്പം എന്നോട് ഇങ്ങനെ നമ്മളെ വീട്ടിൽ ചെടിയുള്ള ആൾക്കാർക്ക് ചോദിക്കും, നിൻ്റെ വീട്ടിൽ എന്തോരം പൂക്കളുണ്ട്, കഴിഞ്ഞ ദിവസം കുഞ്ഞോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത്ര പിശി കാണിക്കണം, അവിടെ എന്തോരം പൂവുണ്ട്, കുറച്ച് വലിയ തട്ടൂടെയെന്ന്. അപ്പം ഞാൻ എന്തിനാ ഈ പൂക്കളൊക്കെ വെറുതെ പറിച്ചിട്ടിട്ട് കാര്യം, അവരെന്തായാലും നാശമാക്കും. ഇനിയിപ്പോൾ നിച്ച് ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഉറങ്ങി കഴിഞ്ഞാൽ അത് മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞാൽ തോണ്ടിക്കളയും. അതുകൊണ്ട് അത് പ്രമാണിച്ച് നമ്മൾ ഇത്തവണ ചെറിയ ചെറിയ അത്തങ്ങളാണ് ഇടുന്നത്. ഇനിയിപ്പം ഉത്രാടം തിരുവോണമൊക്കെ ആകുമ്പോഴേക്കും വലിയ പൂക്കളടച്ചിട്ടാണ്. വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് ഞാൻ വീട്ടിലാവണമെന്നല്ല കേട്ടോ, നിച്ചോട്ട് ഉണ്ടാവണതിന് മുന്നേയൊക്കെ നല്ല വലിയ തടയായിരുന്നു. നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ മേടിക്കുകയും ചെയ്യായിരുന്നു. പിന്നെ വൈകുന്നേരം പൂക്കൾ പറിക്കാൻ വേണ്ടി പോവും. വീട്ടിലുള്ള പൂക്കളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ പൂവാണ് ഇടുന്നത്. അതേപോലെ പൂവൊന്നും വന്നിട്ടില്ല. ഇപ്പം എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലം കേട്ടോ, അത് അത്തത്തിൻ്റെ എന്നാണേ. ഇന്നിപ്പം 3-4 ദിവസമായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബത്തേരിന്ന് വരുമ്പോണ്ടായിരുന്നു സന്ധ്യയുണ്ട്. അപ്പോൾ ലോറിയിൽ വന്നിട്ട് ജസ്റ്റ് പൂക്കൾ ഇറക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പൂക്കൾ ഇപ്രാവശ്യം വരുന്നില്ല. എനിക്ക് തോന്നുന്നു വയനാട്ടിലെ ഈ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കണം, മുണ്ടക്കൈയിൽ ഇഷ്യൂ കൊണ്ടാണ് അധികം ആഘോഷങ്ങളൊന്നും ഇല്ലായിട്ടാന്ന് തോന്നുന്നു. അതായിരിക്കണം, പൂക്കളൊന്നും അങ്ങനെ ഇല്ല ഇവിടെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്തം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പൂക്കളിലൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ, ഇഡ്ഡലി അതേപോലെ തന്നെ ചട്ടണിയാണ്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. നമുക്ക് നമ്മളെ റൂമിലൊക്കെ നല്ല സ്മെല്ല് ഉണ്ടാവണമാണ്. എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ബേക്കർ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീ ഷോപ്പിൽ കയറിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല മണം അതിലുള്ള കയറുമ്പം. അപ്പോൾ ഞാൻ ചേട്ടൻ എന്ത് ഇത്ര സ്മെല്ല് വെച്ചപ്പം ഈ ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ 7 days കണ്ടപ്പം അത് മേടിച്ചിട്ട് ഈ ഒരു മഗ്ഗിലാക്കിയിട്ട് അവിടെ വെച്ചതാണ്. ഇനി എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് നമ്മുടെ മാമകത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂയി ഫേസ് ടോണറാണ്. ഇതിൽ റൈസ് വാട്ടറും അതുപോലെ തന്നെ 4% നയാസിനമൈഡാണ്. റൈസ് വാട്ടർ നമ്മുടെ അരിവെള്ളം എന്ന് പറയുന്നത് സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതേപോലെ നയാസിനമൈഡും നമുക്ക് നല്ലൊരു എന്താ പറയുക, സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക, അതായത് മോയ്സ്ചറൈസ് ആയി വെക്കാൻ വേണ്ടിയിട്ടും ഈവൻ സ്കിൻ ടോൺ ഒക്കെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് മാത്രം കയ്യിലെടുത്തിട്ട് ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു കോട്ടൺ പാഡ് അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എന്താ പറയുക, 8 വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഫേസിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഹൈഡ്രേഷനൊക്കെ ഫീൽ ചെയ്യും. ഫോർ ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫേസ് ക്രീം എന്ന് പറയുന്നത്. ഇത് മാമകത്തിൻ്റെ റൈസ് വാട്ടർ ടോണപ്പ് ഫേസ് ക്രീമാണ്. സെയിം ഇൻഗ്രീഡിയൻസ് ആണ്, റൈസ് വാട്ടർ നയാസിനമൈഡും ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ട്. ഇതിൽ ഡെർമറ്റോളജിക്ക് ടെസ്റ്റാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ് ആണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു നല്ല ഫേസിനൊരു മാറ്റം തോന്നും. നമുക്ക് ഡൾനെസ് ഒക്കെ മാറിയിട്ടൊന്ന് ഒരു ഗ്ലോ വരില്ലേ, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ക്രീമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഹൈഡ്രേഷനും ഉണ്ട്, 24 hours ആണ് വേണ്ടി പറയുന്നത്. അതേപോലെ നല്ല ഹൈഡ്രേഷനും കിട്ടുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്ലൈ ചെയ്ത പാടെ നമുക്ക് ആ ഒരു ഡൾനെസ് മാറിയിട്ട് ഫേസ് ഒന്ന് ഗ്ലോ ആയി പോകുന്നുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ക്രീമാണ് കേട്ടോ. നമുക്ക് പകലൊക്കെ നൈറ്റിലേക്ക് ഇത് ഇത്ര ഗ്ലോ ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പകൽ ഡേ ക്രീമായിട്ട് നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മേടിക്കണം എന്നുള്ള ലിങ്ക് ഞാൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിത് മാമകത്തിൻ്റെ സൈറ്റിൽ ആമസോണും നൈക്കിയിൽ പേർപ്പിളും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ മാമകത്തിൻ്റെ സൈറ്റിലാണ് മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ മാമകത്തിൻ്റെ സ്റ്റോറൊക്കെ നമ്മളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ മാമകത്തിൻ്റെ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം അവരിതൊക്കെ വാച്ച് ചെയ്തിട്ട് അവിടെ പ്രൊഡക്റ്റിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നുണ്ട്. നമ്മുടെ ഓനിയൻ ഷാമ്പൂവിൽ തന്നെ അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ ഇത് മേടിക്കുന്ന സമയത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
മാമകത്ത് അധികം കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല, കൂടുതലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. മാമകത്ത് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡാണ്, അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡാണ്. അതും കൂടാണ്ട് നമ്മുടെ മാമകത്തിന് ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പിലൂടെ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ നമുക്ക് അവരുടെ കുറച്ചും കൂടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ടോണറും അതേപോലെ തന്നെ ഫേസ് ക്രീമൊക്കെയാണ് നിങ്ങൾ എന്താ പറയുക നോക്കി നടക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്താക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നിച്ചോട്ടിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസമൊക്കെ ആണെങ്കിൽ അവൻ ആ ഒരു സൈക്കിളിൽ കൊണ്ടുനടക്കുക അല്ലെങ്കിൽ പുറത്ത് കൊണ്ടിട്ട് കിളികളെയോ നമ്മൾ ടോബോയിനെയൊക്കെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ മീൻ മേടിച്ചിട്ടുണ്ട് അതിനെ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ അങ്ങനെ കഴിക്കൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ എന്ത് ചെയ്താലും ഒരു രക്ഷയില്ല, കഴിക്കില്ല. പിന്നെ നമുക്ക് ഒന്നും കൊടുക്കാണ്ടിരുന്ന ഒരു സമാധാനം കിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരം ടി വെച്ചിട്ട് കാർട്ടൂൺ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ കഴിക്കുന്ന നേരം വരെ വെച്ച് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഓഫ് ആക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ഏട്ടനും ഇതാ ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബത്തേരി പോകണ്ടായിരുന്നു, ബത്തേരിയൊക്കെ പോയി വന്നു. പോയി വന്നിട്ട് ഇത് കണ്ടോ നമ്മൾ മിക്സർ ഉണ്ടാക്കിയതാണ്. ഇത് അമൃതം പൊടി വെച്ചുള്ള മിക്സറാണ്. എന്താ വെച്ചാൽ ഇന്നലെ ഇവന് അമൃതം പൊടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഇന്ന് അവിടെ എന്തോ അമൃതം പൊടിയുള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ, കുട്ടികൾക്ക് നമ്മളിപ്പോൾ വിരകി മാത്രം അവർ കഴിക്കില്ല. അപ്പൊ അല്ലാണ്ട് എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും, അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ. അപ്പൊ അതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ള ഒരു പ്രദർശനം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ടീച്ചർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നമ്മൾ മിക്സർ ഉണ്ടാക്കിയത് കേട്ടോ. ഇവന് ഇങ്ങനത്തെ മിക്സർ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. ഇങ്ങനെ കുത്തിപ്പൊടിച്ചെടുത്താല് അവരിങ്ങനെ ഈ അലുവ അങ്ങനത്തെ കാര്യങ്ങളെക്കാട്ടും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കും കേട്ടോ. അപ്പൊ നമ്മള് മിക്സറാണ് ഉണ്ടാക്കിയത്. ഇതില് അമൃതം പൊടി, അതേപോലെ തന്നെ അരിപ്പൊടി ഇല്ലേ, കുറച്ച് അരിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യും നന്നായിട്ട് കുഴച്ചിട്ട് നൂൽപ്പൊടി ഉണ്ടാക്കില്ലേ, അതെ അതിൽ സേവനാഴിയിൽ നമ്മൾ ഇങ്ങനെ കറക്കി എടുത്തിട്ട് അത് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കും. പിന്നെ നമ്മൾ ആ എണ്ണയിലേക്ക് ഈ കറിവേപ്പില, അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ കടല ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ ഇങ്ങനെ വറുത്തെടുത്തതിന് ശേഷം മിക്സ് ആക്കിയതാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അമൃതം പൊടിയൊക്കെ വീട്ടിൽ മേടിക്കുന്നുണ്ട്, കുട്ടികളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അങ്ങാടി കിട്ടുമോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. രസമുണ്ട്, സംഭവം കഴിക്കാൻ നല്ല രസമുണ്ട്. നമ്മളാ മിക്സറിന്റെ ഒക്കെ ഉണ്ട്. നമുക്ക് കുറെ എരിവൊക്കെ ഇഷ്ടമാണ്, കുട്ടികൾക്ക് ആകുമ്പോൾ അധികം എരിവൊന്നും വേണമല്ലോ. അല്ല നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടിട്ട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ കുറച്ച് എരിവുള്ളൂ കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതാക്കിയിട്ട് നമുക്ക് അംഗൻവാടി കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെല്ലാനാ പറഞ്ഞേ, 2:05 ആയിട്ട്. അപ്പൊ 10 പോയപ്പോ നേരം വൈകാണ് കുറച്ച്. ഇനി ഇത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുന്നുണ്ട് കണ്ടോ. ശരിക്കും നല്ല കലകലാ മിക്സറിന്റെ വെച്ചിട്ടുണ്ട്. അതാ നിനക്ക് വേണ്ടേ, നിങ്ങളുടെ കിടന്ന് ഉറങ്ങുന്നു. ടേസ്റ്റ് നോക്കിയിട്ടല്ലോ ഇച്ചിട്ട് കഴിച്ചൊക്കെ മിക്സർ കൊണ്ടുപോകാ അവനിങ്ങനെ ഇഷ്ടം. എനിക്ക് വേണോടാ, നിനക്ക് എടുത്ത് നോക്കണോ? ഇതോടെ ഇത് ഇച്ചിട്ടാ കഴിച്ചു കേട്ടോ. അത് ഞാൻ കൊണ്ടുകൊടുത്തത് ഇങ്ങനെ കൊണ്ടുപോകണോ. അപ്പൊ ഞാൻ എന്തായാലും കൊണ്ടുപോയിട്ട് അംഗനവാടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് പോവാം കേട്ടോ. 2 മണിയായി, പോയിട്ട് വേഗം തരാം. എന്റെ ഭക്ഷണം കൊടുത്തില്ല. ഞങ്ങൾ അംഗനവാടിയിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും കുറച്ച് വൈകിട്ടോ. കാരണം ഓരോ അംഗനവാടിയിൽ അമൃതം പൊടി മേടിക്കുന്ന കുട്ടികളുടെ അമ്മമാരൊക്കെ ഓരോ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അതിങ്ങനെ ഫോട്ടോസ് എടുക്കും. അതേപോലെ ഓരോരുത്തരുണ്ടാക്കിയത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. നമുക്കിങ്ങനെ കുട്ടികൾക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ചിലർക്ക് ഇങ്ങനെ കുറുക്ക് മാത്രമാകുമ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഓരോ വിഭവങ്ങളും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾ കഴിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി പോലെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ സാധനങ്ങൾ എന്തൊക്കെ വെറൈറ്റി ആണ് ഉണ്ടാക്കാൻ പറ്റുക. വട്ടയപ്പം ഉണ്ടാക്കാം, അതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കാം, ഉണ്ട പോലെ ഉണ്ടാക്കാം, നൂൽപുട്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഉണ്ണിയപ്പം, കുറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോഴേക്കും ഏട്ടത് അവിടെ നമ്മൾ പുല്ല് കുറച്ച് നീണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ കുറേ കാട് വീണതും അതേപോലെ തന്നെ പുല്ലൊക്കെ അടിച്ച് വാരി കളഞ്ഞു. അപ്പോൾ ഏട്ടൻ വണ്ടി എഴുതുമ്പോൾ ഇങ്ങനെ തുടച്ച് വൃത്തിയാകല്ല വണ്ടി. അപ്പോൾ അത് കണ്ടിട്ട് നിച്ചോട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയും ഇതൊന്നും ഏട്ടൻ തുടച്ച് വൃത്തിയായിട്ടുണ്ടാവില്ലായിരിക്കും, അതാണ് അവൻ അത് തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ അത് പിന്നെ കാണാം.
പിന്നെ ഇതിന്ന് വേറെന്തോ പ്രത്യേകതയും കൂടെയുള്ള ദിവസമാണ് കേട്ടോ. എനിക്ക് അച്ഛനമ്മയും പറഞ്ഞപ്പോഴേ എനിക്കും അറിയുള്ളൂ. ഒന്ന് ദേവി എന്തോ വരുന്ന ദിവസമാണ്, ഐശ്വര്യം വരുന്ന ദിവസം എന്താണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇതേപോലെ വിളക്ക് വെക്കണതിൻ്റെ കൂടെ നമ്മൾ കിണ്ടിയിൽ കുറച്ച് വെള്ളം അതേപോലെ പൂക്കളൊക്കെ വെക്കും കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉണ്ണിയപ്പം ആയി കഴിഞ്ഞിട്ട് വിളക്ക് വെച്ച് അതിന് ശേഷം കുറച്ച് നേരം ഉണ്ണിയപ്പം അവിടെ അങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ എനിക്കറിയില്ല, ഇവിടെ അങ്ങനെ അച്ഛനമ്മയും ചെയ്യുന്നുണ്ടാട്ടോ എനിക്കറിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഐശ്വര്യം വരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിച്ചോട്ടൻ ഇന്ന് ഭയങ്കര പ്രാർത്ഥന, അവന് ഇഷ്ടപ്പെട്ടു. കാരണം പൂക്കളും കുറച്ച് സാധനങ്ങൾ കൂടുതലിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിലേ വിളക്ക് കണ്ട് ഞാൻ ഓടി വരും പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നതൊക്കെ കാണുമ്പം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇരുന്ന് നാമം ചൊല്ലാൻ പറയുമ്പോൾ അതൊന്നും അവന് പറ്റില്ല. അവൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബാക്കിൽ എന്ത് ചെയ്തു, ടി വിയിൽ ഭക്തിഗാനം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്താ പറയുക, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കിന്ന് വൈകുന്നേരം സിനിമയ്ക്കുള്ള പോകാൻ പ്ലാനുണ്ട്. പോകണോ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങനെ എന്താ ഒരു പ്ലാനിങ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ട് മിക്കവാറും രാത്രിക്കാണ് നിച്ചു ഉറങ്ങിയിട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ അന്നാണ് ആ നിച്ചുവിന് പെട്ടെന്നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പനി എന്താ പറയുക പെട്ടെന്ന് കുറഞ്ഞതായിരുന്നു. പിന്നെ കൂടുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഉറങ്ങി ഓക്കെ ആണെങ്കിൽ ആ സമയത്തേക്ക് ബുക്ക് ചെയ്ത് പോകാച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം കണ്ടോ നമ്മളല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉണ്ണിയപ്പമാണ് നമ്മളതിലേക്ക് കൊടുത്തത് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഉണ്ണിയപ്പത്തിൽ ആകെ എന്തായിരുന്നു, പഴമൊന്നും ചേർത്തില്ലേ, നല്ല രസമുള്ള ഉണ്ണിയപ്പമായിരുന്നു. അരിയും എന്താ പറയുക പച്ചരി, അതേപോലെ തന്നെ നമ്മളെ എന്തായിരുന്നു ബെല്ലവും പപ്പടം, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ തേങ്ങ നുറുക്കി ചേർത്ത്, നല്ല രസമുണ്ടായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ പഴമൊക്കെ ചേർത്തുണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞോട് വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ, അന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലേ, അതിനെക്കാട്ട് രുചി ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ണിയപ്പായിരുന്നു. അപ്പം കുറച്ചുണ്ടാക്കി വീട്ടിൽ കൊടുത്തു. വല്യമ്മേൻ്റെ അടുത്ത് ഉണ്ണിയപ്പം ചട്ടി മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വല്യമ്മയ്ക്കും കുറച്ച് ഉണ്ണിയപ്പൊക്കെ കൊടുത്തു. അങ്ങനെ മാവൊക്കെ സെറ്റാട്ടോ, അതാണ് നമ്മുടെ മാവ്. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരം വലിയ പരിപാടികളൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അത്തം സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എന്നും വീഡിയോസ് ഇടണമെന്ന്. പക്ഷെ ഒന്നും കാണിക്കാനുള്ള ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഏട്ടൻ വരുന്ന ദിവസമാണെങ്കിൽ അപ്പോഴൊക്കെ ഇരിക്കും പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക. വെറൈറ്റി അല്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റംസൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ സാധാ പോലെ അങ്ങ് പോവും. ഞാൻ എന്തെങ്കിലും എൻ്റെ വീഡിയോ പരിപാടികളും നമ്മൾ നോർമലിയുള്ള വീട്ടിലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ മഴയും കൊണ്ട് പുറത്തിറങ്ങാനും മടിയാവും. അപ്പോൾ അങ്ങനെ ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കും ചേച്ചിയൊക്കെ വരും, കുഞ്ഞോളൊന്നും വരുമോയെന്ന് അറിയില്ല. അപ്പോൾ അവരൊക്കെ വന്നാൽ ഇനി വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഏകദേശം ആയപ്പോൾ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളത് നല്ല ഡപ്പയിലൊക്കെ അടച്ചു വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് പിറ്റേ ദിവസമൊക്കെ കഴിക്കാമല്ലോ, രസമാണല്ലോ. അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ പറയാമല്ലോ, ഞാൻ എന്നിട്ട് ഈ ദിവസം നമുക്ക് പറമ്പ് പോയിട്ട് ചെറുനാരങ്ങയൊക്കെ, ആകെ 2 ചെറുനാരങ്ങയുള്ളൂ, പക്ഷെ നല്ല വലുപ്പമുള്ള ചെറുനാരങ്ങ പഴുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിൽ കായ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരണം വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ അമ്പഴച്ചെടിക്ക് എന്തോ ഒരു കേടുണ്ട് കേട്ടോ, ഒരു വെള്ളപ്പൂപ്പൽ വന്നിട്ടുണ്ട്. അതിനും ഇനിയിപ്പം മരുന്ന് പോയിട്ട് മേടിക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ പകലെടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് പകൽ നടന്നില്ലല്ലോ, നമ്മൾ രാവിലെ ബത്തേരി അങ്ങനെ പോയി, അത് കഴിഞ്ഞിട്ട് അങ്കനവാടി പോയി. അങ്ങനെ ആ ദിവസം എന്താ പറയുക, ഏകദേശം പകലെനിക്ക് കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ടൊന്നും എനിക്ക് കുറച്ച് വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അതെടുത്ത് വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ല മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചായിട്ട് നമ്മൾ മീനിനെ മേടിച്ചിട്ട്, കുഞ്ഞു മീനല്ലേ ഗപ്പീൻ്റെ, ഇതിന് മുന്നേ വേറെ സൈസ് മീനിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചത്തുപോയിട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ സെക്ഷൻ മേടിച്ചാണ്. എന്നിട്ട് അതിലേക്ക് ഈ കുഞ്ഞു മീൻ, പക്ഷേ ഇതിലും എന്താ പറ്റിയെന്ന് അറിയില്ല, 3 എണ്ണം ചത്തുപോയി. ആ നല്ല കളറിൽ വാലുള്ളതില്ലേ അതും ചത്തുപോയി. അങ്ങനത്തെ 2 എണ്ണം. പിന്നെ ഈ വലിയ മീനില്ലേ അതിലൊന്ന് ഗർഭിണിയായിരുന്നു, പ്രഗ്നൻ്റ് ആയിരുന്നു. ആ മീനും ചത്തുപോയിട്ടോ. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ എന്നും പോയി നോക്കും കുട്ടികളുണ്ടായോ എന്ന്. പക്ഷേ ഒരു ദിവസം നോക്കുമ്പോൾ ആ മീനും ചത്തുപോയി. അങ്ങനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അവരൊന്നുകൂടെ സെറ്റാക്കി കൊടുത്തു. ഇനിയിപ്പോൾ വെള്ളം മാറ്റാൻ വൈകിയ കൊണ്ടാണോ എന്തോ അറിയില്ല. അപ്പം 3-4 ദിവസം കൂടുമ്പോൾ അങ്ങനെ വെള്ളം മാറ്റുന്നുണ്ട്. അപ്പോൾ അതിലൊരു മീനും കൂടെ കുമ്പൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനും അടുത്ത കുട്ടികളുണ്ടാകുമെന്ന് വിചാരിക്കണം. ഞാൻ എന്നും പോയി നോക്കും. രസമല്ലേ കുഞ്ഞു മക്കളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. നമ്മൾ സിനിമയ്ക്ക് പോവാണ്. ഗോട്ട് സിനിമ കാണാൻ വേണ്ടി പോവാണ്. വിജയൻ്റെ പുതിയ സിനിമ അപ്പോൾ റിലീസായിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് പരിപാടികൾ. എന്തായിരുന്നു, അപ്പോൾ അത് നിച്ചോട്ട് ഇറങ്ങിയേ. അപ്പോൾ അതാണ് നമ്മൾ സിനിമ കാണാൻ പോയിട്ടൊക്കെ വന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയണത്. എന്തായാലും ഇനി പുതിയ വീഡിയോസൊക്കെ വരുന്ന ദിവസങ്ങളിൽ കാണാം. ടാറ്റാ.